കൊള്ളാമെന്നല്ലോ. സാധനം കൊള്ളാമല്ലോ. ഇറങ്ങി വാടി വാടി. തുളസി. എന്താ മിസ് ദേവി, പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ? നീയും അവളുമാരുടെ കൂടെ പോയി യൂണിഫോം വാങ്ങിച്ചു. എന്തരടി എന്താ ചെയ്യ, എന്റെ തലകളെല്ലാം കടിക്കുന്ന. അയ്യോ തന്നെ തന്നെ ചുമ്മാരിയടിയാടാ. ആഹാ, സാരികളുടെ പരദീസയിലേക്ക് സ്വാഗതം. വരണം വരണം. ഇവളുമാരെ വിരട്ടാൻ നോക്കണ്ട, ഇതിനേക്കാളും മുഴുത്ത കളി കണ്ടുവരുന്നവരാണ്. കണ്ടില്ലേ ഓരോന്നിന്റെ നിൽപ്പ്, സഹിക്കുന്നില്ല. അയ്യോ പാവം, പാലുകൂടി മാറിയിട്ടില്ല. അതിനു മുമ്പ് നീ പണി തുടങ്ങിയോ? എന്താ നിന്റെ പേര്? എന്താ ഈ പേര്? കേട്ടില്ലേ, ഇത് വായിലെന്താ കൊഴുക്കട്ടെയോ? പോട്ടെ, എന്റെ പൊന്നു മോളല്ലേ, വായ തുറക്ക. വായില് കൊഴുക്കട്ട തന്നെയാണോ എന്ന് ചേച്ചി ഒന്ന് നോക്കട്ടെ. തുറക്ക. നടി. അവളുടെ ഒരു ഭാവം. നീ എന്താ മോളിൽ നിന്ന് ഇറങ്ങിയതാണോ? അവരെ പോലെ തന്നെയാ നീയും. നാറിയ പണിക്ക് പോയിട്ടാ ഇതിനകത്തോട്ട് പറഞ്ഞു വിടുന്നത്. എന്നിട്ട് അവളുടെ ഒരു ശീലാവധി ചമയൽ. വേഗം തുണി മാറ്റിട്ട് വാ. നാണം മാറിയിട്ടില്ല അല്ലേ? മാറ്റിത്തരാം. തൊട്ടാ നീ എന്ത് ചെയ്യും? തല തൊടുവോ? എങ്കില് അത് തന്നെ ഒന്ന് കാണാം. Leave that poor girl. വിടേ, മര്യാദയ്ക്ക് കൈവിട. ഇല്ലെങ്കിൽ leave her first. അവളുടെ ഒരു ഇംഗ്ലീഷ്, അത് പറഞ്ഞെന്നെ നീ പേടിപ്പിക്കാൻ വരുന്നു. ഇവൾക്ക് വക്കാലത്ത് പിടിക്കാൻ നീ അവളുടെ മാമയോ? ഒരടിക്കാരി നീ ഒന്നും മിണ്ടണ്ട. നിന്നെ പറ്റി പല പരാതികളായി ഞാൻ കേൾക്കുന്നു. നിന്റെ കഞ്ചാവ് കേസൊന്നും ഞാൻ അറിയുന്നില്ല എന്ന് നീ വിചാരിക്കണ്ട. മര്യാദയ്ക്കല്ലെങ്കിൽ തിരിച്ച് ജയിലിലേക്ക് ഞാൻ പറഞ്ഞേക്കും. എടി, അടുത്ത് വരാൻ പറഞ്ഞു. ഇവിടെ നിന്റെ തോന്നിവാസങ്ങളൊന്നും നടക്കില്ല. എന്തു പറഞ്ഞാലും അനുസരിക്കണം. ഇല്ലെങ്കിൽ അതിന്റെ അനുഭവം നീ താനേ അറിഞ്ഞോളൂ. സൂക്ഷിച്ചു. Be careful. The dispooling of India. എടാ ഞാൻ നിയമസഭയിൽ ചെയ്ത പ്രസംഗം നീ വായിച്ചോടാ പീതാംബര? നാണയക്കുട്ടി പെറ്റി കിടക്കുകയാണ്. ഇപ്പോഴങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. നിയമസഭ എന്ന് പറഞ്ഞാൽ നാണിക്കുട്ടി എന്ന് കേൾക്കും, പ്രസംഗം എന്ന് പറഞ്ഞാൽ പ്രസവം എന്ന് കേൾക്കും. ഈ ചെകിടനെ കൊണ്ട് ഞാൻ തോറ്റു. എടാ പീതാംബര, എന്റെ പ്രസംഗം കേട്ടിട്ട് മുഖ്യൻ മുതൽ സഖ്യൻ വരെയുള്ള ആൾക്കാർ കൂട്ടച്ചിരിയായിരുന്നു. ഞാനൊരു കലക്ക് കലക്കി. എടാ നീ നോക്കിക്കോ, മന്ത്രിയായിക്കോ എന്ന് പറഞ്ഞിട്ട് മുഖ്യൻ എന്റെ പിന്നാലെ വന്നില്ലെങ്കിൽ നീ എന്നെ ഇങ്ങനെ വിളിച്ചോ. പട്ടിയെ വിളിക്കുന്ന പോലെ വിളിച്ചാൽ വരുന്ന കാലമൊക്കെ പോയി. മന്ത്രിയുടെ മോള് ഇപ്പൊ വലിയ സിനിമാ നടിയാ. 10ഉം 15ഉം ഒക്കെ റേറ്റ്. മന്ത്രിയുടെ മോള് റേറ്റ് കൂട്ടിയതിന് എന്റെ നേരെ കയർത്തിട്ട് എന്താ പ്രയോജനം? അയ്യോ തനി ചെകിട കുണേശൻ കഥന പൊട്ടിച്ച എവിടെന്നാ പോകാന്ന് ചോദിക്കും. ഇടഞ്ഞോട്ട് വരാൻ
എടാ, നിന്റെ ചെവി വെക്കുന്ന ആ മറ്റേ സാധനം ഇല്ലടാ, മാപ്സ് ചെയ്യ്. ഞാനേ ഇത് വെക്കാനങ്ങ് മറന്നുപോയി. ഇത് വെച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഏയ് ഒരു കുഴപ്പമില്ല. മന്ത്രി എന്ന് പറഞ്ഞാ മന്തിന്ന് കേൾക്കും, വേറെ ഒരു കുഴപ്പമില്ല. എടാ, ചെവിയിലോട്ട് തിരിക്കുന്ന സാധനം എടുത്ത് എന്തിനാ കീസയിലോട്ട് താങ്ങുന്നേ? വെറുതെ മനുഷ്യന്റെ പ്രാണൻ എടുക്കാനായിട്ട്. റോഡേ നടക്കുമ്പം ഞാൻ ഇതെടുത്തങ്ങ് കീശയിലിടും. നാട്ടുകാരുടെ ഓമനപ്പേര് വിളി കേൾക്കണ്ടല്ലോ. എല്ലാം അസൂയക്കാരാ. ഓ, നാട്ടുകാര് കൂടി പോയാ നിന്നെ മാമാന്ന് വിളിക്കും. വിളിക്കട്ടടാ, നിനക്കെന്തുവാടാ നഷ്ടം? എടാ, സ്ഥല എംഎൽഎയും ഭാവി മന്ത്രിയുമായ എന്നെ ഡാപ്പർ എന്നാ വിളിക്കുന്നേ. ആ, ഇതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു? ഗുഡ് മോർണിംഗ് സർ. അനുവാദം കൂടാതെ അകത്ത് കിടന്നതിന് ഫയർ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. സാറിന്റെ അടുത്ത് വരാൻ ഈ ദേവിക്ക് അനുവാദമൊന്നും വേണ്ടല്ലോ. അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ? യുവേഴ്സ് ഈസ് എ സ്പെഷ്യൽ കേസ്. ആ, പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? എനി ന്യൂ അഡ്മിഷൻസ്? ആ, 3 പേരുണ്ട്. അവർക്കും കൂടെ റേഷൻ സാങ്ഷൻ ചെയ്യണം. അതിനു മുമ്പ് എനിക്ക് പറ്റിയ ഉണ്ടോ നോക്കട്ടെ. ധനലക്ഷ്മി 33, ശോഭന 27, തുളസി വയസ്സ് 19. വേഗം എടുക്കണോ എന്റെ കല്യാണ ഫോട്ടോ. രണ്ട് മണിക്കൂറത്ത് സാധനം റെഡിയാക്കണം. നാളത്തെ പദ്ധതി വരാനുള്ളതാ. വേഗം ചെല്ല്. പ്രഭാര, ഇതൊക്കെ നയിച്ചേ. കൊണ്ടക്കോ. തലയില കെട്ട് കൊണ്ടുപോടോ. കൊണ്ടുപോയി കളയണ്ട, അലമാരിൽ വെച്ചേക്ക്. എന്റെ വേണു, പഞ്ഞിക്കൊക്കെ ഇപ്പൊ എന്താ വില? താനെന്തോടെ പഴിച്ചു നോക്കണേ? പേടിച്ചു പോയോ? ഹേയ്, അവര് തല്ലാൻ ആലോചിച്ചേ ഉള്ളൂ. അപ്പോഴേക്കും ഞാനിതൊക്കെ വെച്ച് കിട്ടി. ആ, അതെനിക്ക് മനസ്സിലായി. അപ്പോ നാളത്തെ കിട്ടി. ഇന്ത്യ റഷ്യ സൗഹൃദ ബന്ധം വീണ്ടും ശക്തമാവും. എങ്ങനെ എങ്ങനെ എങ്ങനെ? ഇന്ത്യ റഷ്യ സൗഹൃദ ബന്ധം വീണ്ടും ശക്തമാകുന്നു. അല്ല, അങ്ങനെ ശക്തമാക്കിയത് കൊണ്ട് തനിക്ക് വല്ല കുഴപ്പമുണ്ടോ? സാർ, ഇത് ഇന്റർനാഷണൽ ന്യൂസ് ആണ്. നമ്മുടെ ന്യൂസാണ് ചോദിച്ചത്. അയ്യോ, അതാണ് പറഞ്ഞത്. കഷ്ടം. താൻ ഇത്രയും കാലം എന്റെ കൂടെ നടന്നിട്ട് നന്നാവില്ല എന്ന് ഓർക്കുമ്പോ സത്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. എടോ, ചന്ദനം ചാരിയ ചന്ദനം മണക്കും എന്നൊരു ചൊല്ലുണ്ട്. അത് ചന്ദ്രൻ ചാരിയല്ലേ? വേണു, നമ്മുടെ ഹെഡിങ് എഴുതൂ. കല്യാണ കൃഷ്ണനെ കൊല്ലാൻ ശ്രമിച്ചു. കല്യാണ കൃഷ്ണനെ കൊല്ലാൻ ശ്രമിച്ചു. എന്നാ പിന്നെ അവർക്കങ്ങ് കൊന്നൂടെ? നിന്നെ മാഡം വിളിക്കുന്നു. എന്തിനാ? അതൊക്കെ അവിടെ ഒന്ന് പറയാം. വാ, എണീറ്റ് വാ. കോളടിച്ചു. വരൂ കുട്ടി. നമസ്കാരം സാർ. വരണം വരണം. നമസ്കാരം പറയൂ കുട്ടി. നമ്മുടെ ഓഫീസറാണ്. പുതിയ കുട്ടിയാണല്ലേ? അതെ സാർ, ഇന്നത്തെ എൻട്രിയാണ്. ആളൊരു എനിക്ക് മനസ്സിലായി. ഞാൻ പോവല്ലോ കുട്ടി, അവിടെ ഇരിക്കൂ. ഇപ്പൊ വരാം. ഞാനും വരുന്നു മാഡം. നമുക്ക് ഒരുമിച്ച് തന്നെ പോവാം കുട്ടി. അവിടെ ഇരിക്കൂ. കുട്ടിയുടെ പേരെന്താ? തുളസി. അവര് പോയപ്പോഴത്തേക്ക് നീ എങ്ങനെ പേടിക്കുന്നത്? കണ്ടില്ലേ, മുഖമെല്ലാം അങ്ങോട്ട് വെളുത്തൊരു മാതിരിയായി. ഞാനില്ലേ ഇവിടെ? നിന്റെ ഭാഗ്യം കൊണ്ട് മാത്രം നീ ഇവിടെ വന്ന് പെട്ടതാണ്. ഇനി നീ രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിയോളാം. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട.
സാർ, എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം സാർ. ഈ ഫോർമാലിറ്റി ഒന്നും വേണ്ട. നിനക്കെന്തും എന്നോട് ചോദിക്കാം. ഒരു മകളെ പോലെ കരുതി. ഛേ, പിന്നെ നീ ആ വഴിക്കാണല്ലോ. അതൊന്നും വേണ്ട. കാര്യം പറയും. എങ്ങനെയെങ്കിലും ഇവിടുന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം സാർ. ഒന്നും അറിയാതെ ഇവിടെ വന്ന് പെട്ടതാണ് ഞാൻ. വെരി ഗുഡ്. നീ എങ്ങനെ കാര്യം തുറന്നു പറഞ്ഞു? ഒന്നും അറിയാതെ ഞാൻ ശിക്ഷിക്കപ്പെടുന്നു സാർ. നിന്നെ രക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നീ എന്തിനാണ് മാറി പോകുന്നത്? ഇവിടെ എനിക്ക് മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയൂ. ഒന്നും പറയണ്ട, എല്ലാം എനിക്കറിയാം. നീ എന്തിനാ വെറുതെ അയാളെ എതിർത്ത് നിന്നത്? എന്താ കുട്ടി, എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? എനിക്കിതൊന്നും പരിചയമില്ല ചേച്ചി. കരയാതെ. ഇവിടെ വരുന്ന മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തയാണെന്ന് നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. നീ എങ്ങനെയാ ഈ കൂട്ടത്തിൽ വന്നുപെട്ടത്? ഒരു പാവം കുടുംബത്തിലെ ഏക മകളായിരുന്നു ഞാൻ. അച്ഛന്റെ അമ്മയുടെയും ഓമന മകൾ. പഠിച്ചു നടന്ന കാലം. നേരം പുലർന്നപ്പോൾ ശ്യാമില്ല.
എന്നേക്കുമായി അയാൾ എന്നെ വിട്ടു പോവുകയായിരുന്നെന്ന് ഓർക്കാൻ കൂടി കഴിഞ്ഞില്ല. ഹോട്ടൽ ബിൽ കൂടി വന്നപ്പോ ഏതോ ഒരുത്തനെ അവർ റൂമിലേക്ക് വിട്ടു. നിങ്ങളാരെ കടന്നു പോകൂ, കടന്നു പോകൂ. ചുമ്മാതിരിക്കേ ബഹളം ഒന്നും വെക്കണ്ട. ഞാനില്ലേ, നീ ബഹളം ഒന്നും വെക്കണ്ട. ചുമ്മാതിരുന്നാ എന്നോട് പറയണം, കരയണ്ട, നിനക്ക് ഞാനുണ്ട്. നേരെ ഒരുപാടായി. കിടന്നു. നേരത്തിനാണെന്ന് കരുതിയാണല്ലോ എന്റെ പുറത്തോട്ട് കയറിയത്. നീ കാര്യമില്ലാതെ പരിഭവിക്കരുത്. ഓഹോ, ദേവിന്ന് വിളിച്ചുകൊണ്ടുള്ള പരിഭവമാണല്ലേ? എനിക്ക് കാര്യം മനസ്സിലായി. എനിക്കിങ്ങനെ ആള് മാറിയിട്ടൊന്നുമില്ല. കുട്ടിയെ ദേവി എന്നല്ലാണ്ട് ഞാൻ എന്താ വിളിക്കേണ്ടത്? സാക്ഷാൽ മഹാമായ ശ്രീദേവി. മുഖസ്തുതി മതി. ആനെ ആടിനെ ആർക്കെങ്കിലും മാറിപ്പോകുമോ? ഋഷഗാത്രിയായ കുട്ടി എവിടെ? ആ ആന മറുത മേട്ടനെവിടെ? നിനക്കെന്താണ് ഇവിടെ കാര്യം? ഞാനും ഫയലൊക്കെ ഒന്ന് അടുക്കി വെക്കാം. ആ വാചകം പൂർത്തിയാക്കിയില്ലല്ലോ. ഏത് വാചകം? വീണത് വിദ്യയാക്കാതെ. എല്ലാം കേട്ടോണ്ടാ ഞാൻ വന്നത്. ആണോ? എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. എന്റെ ദേവി എന്നോട് ക്ഷമിക്കൂ. എന്നാലും നിങ്ങൾ എന്നോട് ഇത് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. സ്വന്തം എന്ന് കരുതി. സ്വന്തം എന്ന പദത്തിന് എന്തർത്ഥം? അതാ എനിക്ക് പറ്റിയ മണ്ടത്തരം. ഞാൻ പറഞ്ഞില്ല ഒരു അബദ്ധം പറ്റിപ്പോയെന്ന്. ഞാൻ ദേവിയുടെ കാല് പിടിച്ച് മാപ്പപേക്ഷിക്കാം. നോക്കിയേ, ഞാൻ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആർക്ക് വേണ്ടിയാണെന്നറിയാമോ? അത് പിന്നെ എനിക്കറിയില്ലേ. ഇത് എവിടുന്നാ? ആ സുമതിയെ പറഞ്ഞയച്ചതിന് ആ PWD കോൺട്രാക്ടറെ ശരിക്കും ഇത് കറങ്ങി. അയ്യോ, റേഡിയോ. അതിന് നിങ്ങളെ ജയിക്കാൻ ഇവിടെ ആളുണ്ടോ? അങ്ങനെ പറയണ്ടേ ദേവി. പിമ്പേന്ന് 4 വിളി കേട്ടാലും കയ്യിൽ എവം വരുമ്പോഴുള്ള ഒരു ഇൻപം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അതിനിടെ ഒരു അലവലാതിന്റെ ചോദ്യം, ചേട്ടനെ എന്തിനാ എല്ലാവരും പിമ്പേന്ന് വിളിക്കുന്നത്? അവനിട്ട് 2 കൊടുക്കായിരുന്നില്ലേ? എന്തിന്? പീതാംബരന്റെ ചുരുക്കപ്പേരാണ്. ചെല്ലമായിട്ട് വീട്ടിൽ പിമ്പേന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അവനൊക്കെ വിശ്വസിച്ചു. അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക് വല്ല വിവരമുണ്ടോ? നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേട് ആ പണം തീർത്തിടും എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ആരും അങ്ങ് പറയട്ടെ. ആരെങ്കിലും പറയട്ടെ. ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നെന്ന്? അയ്യോ, നമ്മുടെ MLA എന്നെ ഇരുത്തി പൊറപ്പിക്കുന്നില്ല. ഞാൻ തുളസിയുടെ കാര്യം അബദ്ധത്തിനൊന്ന് പറഞ്ഞുപോയി. അയ്യോ, അവളെ അങ്ങോട്ട് പറഞ്ഞേക്കാൻ പറ്റില്ല. അതൊരു MLA കൊണ്ട് പറ്റുമോ? ഇത് അവരെ കൊണ്ടേ പറ്റൂ. പക്ഷെ ഇയാളെ കൊണ്ട് അതിന് പറ്റില്ല. ബ്ലഡ് പ്രഷറും ഹാർട്ട് അറ്റാക്കും ഒക്കെയാ. പിന്നെ കൊതി കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നു മാത്രം. ദേവി പറഞ്ഞാൽ നടക്കും. അവളെ എന്തെങ്കിലും പറഞ്ഞൊന്ന് വശത്താക്ക്. അല്ല, ഒന്നാന്തര കറവ പശുവാണേ. അവസരം പാഴാക്കരുത്. നീ ഇപ്പോഴെന്താണ്ടി പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും പറഞ്ഞില്ലല്ലേ? ഇത് കണ്ടോ, റേഡിയോയിൽ കിട്ടാത്ത സ്റ്റേഷൻ വരെ ഇവൻ പിടിച്ചെടുക്കും. അത്രയ്ക്ക് ഉഗ്രൻ ജപ്പാൻ സ്മഗിൾഡ് ആ സാധനം. അന്നും ഈ പെട്ടി ഇവിടെ കാണും. ഈ തള്ളലുകൊണ്ടൊന്നും നെകളിക്കണ്ട, ഇതൊക്കെ ശൂന്ന് പോകും. പറഞ്ഞു മനസ്സിലായല്ലോ? ആ, എന്റെ പൊന്നുമോള് അവിടെ ചെന്നിരിക്കും. രൂക്ഷമായ തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരം കണ്ട എന്നെ പിമ്പേന്ന്. ഞാൻ എപ്പോഴും മുമ്പേ തന്നെടി. ഇതാണ് എനിക്ക് പിടിക്കാത്തത്. എപ്പ നോക്കിയാലും ഒരു വിഷാദം, ഒരു ജാതി സ്ലോ മോഷൻ. മേരി എന്താ വല്ല അവാർഡ് പടമോ മറ്റാണോ? മേരി, അരനാഴിക നേരത്തെ ജീവിതം അതിങ്ങനെ പാഴാക്കാതെ ചിരിച്ചു കളിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം, എന്നെ പോലെ. ഇത് കണ്ട, ഇതങ്ങനെ ചക്കാത്തിന് കിട്ടുമെന്നൊന്നും കരുതണ്ട. വില തരാൻ എന്റെ കയ്യിൽ പണമില്ലല്ലോ ചേട്ടാ. പണമായിട്ടൊന്നും വേണ്ട, നീ ഒന്ന് പൊട്ടിച്ചിരിച്ചാ മതി. നിന്നെ കാണുമ്പോഴൊക്കെ മരിച്ചുപോയി എന്റെ പെങ്ങളെയാണ് ഓർമ്മ വരുന്നത്.
സത്യമായിട്ടും ചിരിക്കാൻ ഞാൻ മറന്നിരിക്കുന്നു. മനസ്സ് വല്ലാതെ വിങ്ങുമ്പോ പൊട്ടിച്ചിരിച്ചാൽ ആശ്വാസം കിട്ടുമെന്ന് തോന്നാറുണ്ട്. പക്ഷേ എന്നെ കൊണ്ട് ഇനി ഇതാവില്ല ചേട്ടാ. നിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. എന്നോട് പറയാവുന്നാണെങ്കിൽ പറയൂ, നിനക്കും ഒരു ആശ്വാസമായിരിക്കും. ചേട്ടൻ എന്നെ നിർബന്ധിക്കല്ലേ. ഇതാണ് നിനക്കുള്ള ഒരു ആശ്വാസമെന്ന് എനിക്കറിയാം. ചേട്ടൻ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം. എന്റെ മോളെ, ജീവിക്കാൻ വേണ്ടി പല വേഷങ്ങൾ കെട്ടാറുണ്ടെങ്കിലും ഞാനൊരു മനുഷ്യനല്ലേ. നീ ഒരു പണിയെടുക്ക. நான் வேற மாதிரி நினைச்சேன். நம்மளால முடியாதுப்பா. இது யாருக்கு பெரிய ரவுடி மாதிரி? തൊടാനും പറ്റില്ലേ? ഇന്നൊരു പാട്ട് തൊട്ട് പാരം കൊണ്ടുപോയി. ഓ, രണ്ടും രണ്ടല്ലേ? ആന്ധ്രയും തമിഴ്നാടും പോരാഞ്ഞിട്ട് ഇങ്ങോട്ടായോ? ഇതെല്ലാം നിന്റെ സ്വന്തമാണോ? ചോടാ, അപ്പോ മലയാളം അറിയാം. ഏയ്, എന്താ അവളെ തൊട്ടാ നിന്റെ പെടലി ഞാൻ എടുക്കും. താൻ അങ്ങനെ അങ്ങ് വാശി പിടിച്ചാലോ? ഇരിക്കടോ. താൻ വക്കീലാണ്, വീട്ടിൽ ഇഷ്ടം പോലെ സ്വത്തുണ്ട്, പത്രപ്രവർത്തനം തനിക്കൊരു ഹോബിയാണ്, എല്ലാം എനിക്കറിയാം. പത്രപ്രവർത്തനം എനിക്കൊരു ഹോബിയല്ല സർ, ഹരമാണ്. ഹരം. MLA-യും പാർട്ടിയും കാട് വെട്ടി, മരം വെട്ടി, അതുകൊണ്ട് മഴയില്ല, കാലാവസ്ഥ മാറി. ഇതൊന്നും അല്ല കുട്ടാ പത്രപ്രവർത്തനം. നമ്മുടെ ചുറ്റുപാടുള്ള സഹോദരിമാര് അവര് വഴിതെറ്റിപ്പോകുന്ന സാഹചര്യങ്ങള്, ഇതൊക്കെ താൻ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ തന്നെ ഇപ്പോഴാ ചിന്തിക്കണത്, പിന്നെയല്ലേ നീ ചിന്തിക്കണത്. എടാ വേണു, നിനക്ക് പറ്റുമെങ്കിൽ ഒരു പത്രപ്രവർത്തനം എന്ന നിലയിൽ നിന്റെ എല്ലാ കഴിവുകളും കാണിക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായില്ല? നീ നേരെ നമ്മുടെ റെസ്ക്യൂ ഹോമിൽ പോവുക. വഴി തെറ്റി വന്ന മാലാകമാർ, ആ മാലാകമാർ ഇവിടെ എങ്ങനെ എത്തി? അവർ ഇവിടെ വന്നു ചേരാനുള്ള സാഹചര്യം, മാലാകമാരുടെ കഥനകഥകൾ തുറന്നു കാണിച്ചു കൊണ്ടുള്ള ഒരു പരമ്പര ഞാൻ തുടങ്ങുന്നു. നഗ്നമായ സത്യങ്ങൾ മാത്രം. അപ്പോ വഴിതെറ്റി വന്ന ചെകുത്താന്മാർ, അല്ല വഴിതെറ്റി വന്ന മാലാകമാർ. പിന്നെ ഒരു കാര്യം, ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു ലേഖന പരമ്പര തയ്യാറാക്കി കൊണ്ടുവന്ന ശേഷം വേണ്ടാന്നെങ്ങാനും പറഞ്ഞാൽ അന്നേരം ഞാൻ ഈ ജോലി രാജിവെക്കും. രാജിവെച്ചു, ഞാൻ ഏറ്റു. എങ്ങനെ നാട് നന്നാകും? ഒരുത്തിനൊരു ഉത്തരവാദിത്തബോധം ഇല്ലെന്ന് വെച്ചാൽ ആ പിമ്പനെന്തിയെ നാറി. എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ നേരമായല്ലോ. എടാ, എനിക്ക് എവിടെല്ലാം കറങ്ങാനുണ്ടെന്ന് നിനക്കറിയാവോ? ഊട്ടി കൂണൂർ കൊടൈക്കനാൽ മുതലായുള്ള റെസ്റ്റ് ഹോമുകളിൽ എനിക്ക് എത്തിച്ചേരേണ്ടതാണെന്നുള്ള കാര്യം നിനക്കറിയാവല്ലോ. എന്റെ പൊന്ന് സാറേ, പിന്നെ റെസ്റ്റ് ഹോം അല്ല, റെസ്ക്യൂ ഹോം. അത് തന്നെയാ ഞാനും പറഞ്ഞത്. നിനക്ക് ചെവി കേൾക്കാൻ പാടില്ലാത്തതിന് എന്റെ കുഴപ്പമാണോ? അവളെന്ത് ചെയ്യടാ? അവളും കൂടി ഉണ്ടെങ്കിലേ റെസ്റ്റ് ഹോമിനെ പറ്റി പഠിക്കാൻ ചെറിയൊരു സുഖം ഉണ്ടായിരുന്നു. അടുത്ത മാസം ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കാനുള്ളതാ. അവളെന്ത് ചെയ്യടാ? അവളെഞ്ചി വിളിയടാ കള്ള. വന്നിട്ടില്ല. നിന്നെ കൊണ്ടൊക്കെ എന്തൊരു കൊള്ളാവടാ. ഒരു കാര്യം പറഞ്ഞാൽ അതുപോലെ ചെയ്യാൻ നമ്മുടെ നാട്ടുകാരെ പഠിച്ചിട്ടില്ല. അതൊക്കെ ജപ്പാൻകാരെ കണ്ടു പഠിക്കണം, അതായത് ചൈന. സാർ ഇങ്ങനെ ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെട്ട പ്രഷർ ഷൂട്ടപ്പ് ചെയ്യുമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? ഷൂട്ടപ്പ് ചെയ്യട്ടടാ. ആ പുതിയ പെണ്ണ് ഇതുവരെ ഒന്നും എരിഞ്ഞിട്ടില്ല. കൂടെ കൊണ്ടുപോയാൽ എന്തെങ്കിലും ഗുരുത്തക്കേട് കാട്ടിയാലോ എന്ന് പേടിച്ചിട്ടാണ് കൊണ്ടുവരാത്തത്. ഇപ്രാവശ്യം കൂടി ടാങ്ക് സുമിത്രയെ തന്നെ ആയാലോ? എവിടെയെങ്കിലും കൊണ്ട് തൊലയ്ക്ക്. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യ. എന്നാ സാർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടാട്ടെ. ഡ്രൈവറോട് കാർ ഇറക്കാൻ പറ. പിന്നൊരു കാര്യം, ശ്യാം എന്റെ മോൻ നാളെ വരുന്നുണ്ട്.
അവനെ കൂടി നമുക്ക് പാർട്ടിയിലോട്ടൊന്ന് കേറ്റാൻ. ആദ്യം വിദ്യാർത്ഥി രാഷ്ട്രീയം, അവിടുന്ന് യൂത്ത്, അത് മൂത്ത് തലനരച്ച രാഷ്ട്രീയം, MLA, മന്ത്രി, ഭാഗ്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി. ഇതല്ലേ വഴി. നമുക്ക് പുറകെ കയറ്റിവിടാം. ഒരു പിന്തുടർച്ച പോലെ അങ്ങ് പോയിക്കോളും. ഞാൻ മന്ത്രിസഭയിലോട്ടൊന്ന് കേറട്ടെ. ഇപ്പൊ കാറിലോട്ടൊന്ന് കേറിയാട്ടെ. എന്നെ നിർബന്ധിക്കരുത് മാഡം. എനിക്ക് പേടിയാവുന്നു. ശങ്കർ സാറിനെ നിനക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ട്. ഇണങ്ങിയാൽ നക്കിക്കൊല്ലും, പിണങ്ങിയാൽ കുത്തിക്കൊല്ലും. നീ ഒന്ന് ഇറങ്ങി നോക്ക്. എന്തു വേണമെങ്കിലും അങ്ങനെ സാധിച്ചു തരും. ഇവിടുന്ന് പുറത്തു പോകാൻ വരെ. അത്രയ്ക്ക് പിടിപാടുള്ള മനുഷ്യനാ. ചത്താലും ഞാൻ സമ്മതിക്കില്ല. ആർക്ക് വേണോടി നിന്റെ സമ്മതം? ഇന്ന് രാത്രി 10 മണിക്ക് റെഡിയായിരിക്കും. മര്യാദക്കാണെങ്കിൽ തടി കേടാകാതെ നോക്കാം. നീ റെഡി? വയ്ക്കോ. നിങ്ങൾ ആരാ? മനസ്സിലായില്ലല്ലോ. ആരെയും കൊണ്ട് കടത്തി വിട്ടത്? വാച്ച്മാൻ. എന്താ അനുവാദം ഇല്ലാതെയോ? അവന്റെ പണി പോയത് തന്നെ. ആ പാവത്തെ നിങ്ങൾ ഉപദ്രവിക്കണ്ട. ഞാൻ ഉള്ള സത്യം പറഞ്ഞേക്കാം. ദേ, ഈ വിസിറ്റിംഗ് കാർഡ് കാട്ടി ഭയപ്പെടുത്തിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആരോ ഗവൺമെന്റ് ഓഫീസറാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക. പത്രക്കാരനാണെന്ന് കാണിച്ച് എന്നെയും ഭയപ്പെടുത്താനാണോ ഉദ്ദേശം? അഴിമതി ചെയ്യുന്നവർക്ക് പൊതുവെ പത്രക്കാരെ ഭയമാണല്ലോ. അതും ഇതും സംസാരിച്ച് വെറുതെ സമയം കളയണ്ട. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്ക് ഇവിടെയുള്ള അന്തേവാസികളെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം. അത് നിങ്ങൾ ഏർപ്പാട് നന്നായിരിക്കും. അത് നടക്കില്ല. നിങ്ങൾക്കൊക്കെ വേറെ പണിയില്ല മിസ്റ്റർ. ആ പാവപ്പെട്ട പെണ്ണുങ്ങളുടെ കണ്ണീരിന്റെ കഥകൾ വിറ്റ് കാശാക്കാനല്ലേ? പെണ്ണുങ്ങളെ തന്നെ വിൽക്കുന്നതിനേക്കാൾ ഭേദമല്ലേ? ആണുങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഒരു സ്ഥലമാണ് ഇതെന്ന് നിങ്ങൾക്കറിയില്ലേ? ആണുങ്ങൾക്ക് പ്രവേശനമില്ല പോലും. മാഡം, എന്നിൽ നിന്നും ഒന്നും മറച്ചു വെക്കാൻ ശ്രമിക്കണ്ട. എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാ? എന്റെ മേലുദ്യോഗസ്ഥനോ? നിങ്ങൾ ഇറങ്ങി പോണം മിസ്റ്റർ. ഞാനൊരു പത്രത്തിന്റെ റിപ്പോർട്ടറാണ്. എന്നെ ഇൻസൾട്ട് ചെയ്തതിന് ഡിസ്ട്രിക്ട് വെൽഫെയർ ഓഫീസർ അടുത്ത് ഞാൻ കംപ്ലൈന്റ് ചെയ്യും. എവിടെ വേണമെങ്കിലും കംപ്ലൈന്റ് ചെയ്തോളൂ. മാഡം, ഞാൻ ഇപ്പൊ പോകുന്നു. വൺ ഡേ യു വിൽ റിഗ്രറ്റ് ഫോർ ഇറ്റ്. നീ ഇവിടെ ഇരിക്കുകയാണോ? ഞാൻ ഇവിടെ എല്ലാം തേടി. നേട്ടം നിന്നെ എന്തിനാ വിളിച്ചത്? കരയുന്നോ? വണ്ടി എന്നെ കടിച്ചു കയറി ആ ചെന്നൈക്കുള്ളടങ്ങും. മരിക്കാനെങ്കിലും ഒരു വഴി കാട്ടിത്തരോ? മരിക്കാനോ? കൊള്ളാം. നിനക്കറിയാമോ, മരിക്കണമെങ്കിൽ 1000 പ്രാവശ്യം ഞാൻ മരിക്കേണ്ട സമയം ഇപ്പൊ കഴിഞ്ഞു. എനിക്കത് ചിന്തിക്കാൻ കൂടി കഴിയാത്ത കാര്യമാണ്. ആ, അതൊക്കെ പോട്ടെ. ഇന്ന് ഈ അവസരം നീ എനിക്ക് വിട്ടു തന്നേക്ക്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേച്ചി. എന്താ ചേച്ചി? നിനക്ക് വേണ്ടി അയാളുടെ അടുത്ത് ഞാൻ പോകാം. അത് മാത്രം ഞാൻ സമ്മതിക്കില്ല. നീ സമ്മതിച്ചേ പറ്റൂ. നിനക്ക് വേണ്ടി മാത്രമല്ല, എനിക്ക് വേണ്ടിയും കൂടി. നിനക്കൊരു കാര്യം അറിയാമോ? മനഃപൂർവ്വം പിടികൊടുത്ത് ഇവിടെ വന്നതാ ഞാൻ. നിനക്ക് അതിശയം തോന്നാം. എന്റെ ഒരേ ഒരു ലക്ഷ്യം അയാളാണ്. നിന്നോട് മാത്രമേ ഞാനിത് പറയുന്നുള്ളൂ. എന്നെ തെരുവിലിറക്കിയ അയാളെ ലക്ഷ്യമിട്ട് മാത്രമാണ് ഞാൻ ഈ ദുഃഖങ്ങളെല്ലാം താങ്ങിയത്. മനസ്സ് നിറയെ പ്രതീക്ഷകളുമായി അന്ന് ഞാൻ അയാളുടെ കൂടെ ഇറങ്ങിപ്പോയി. നിന്നെ പോലെ മധുവിധു രാത്രിക്കായി കാത്തിരുന്ന
ഒരു മണവാട്ടിയുടെ സ്വപ്നങ്ങളായിരുന്നു മനസ്സ് നിറയെ. ഇന്നെനിക്ക് ആരുമില്ല, നിങ്ങളല്ലാതെ. ഡാഡി, മമ്മി എല്ലാവരും എനിക്കെതിരാ. മറ്റെവിടെ എനിക്ക് പോകാനില്ല. ഇതെല്ലാം എനിക്കും അറിയാവുന്നല്ലേ മേരി. കല്യാണത്തിന്റെ കാര്യമാണ് നീ പറയുന്നതെങ്കിൽ കുറച്ച് ക്ഷമിച്ചേ പറ്റൂ. എന്റെ ശങ്കർ, എന്റെ വീട് ഞാനിത് മറന്നേച്ചാ മതി. മറ്റൊരു വഴി എനിക്കില്ല. ചേട്ടൻ മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നു കേൾക്കൂ. നിങ്ങൾ 1000 തവണ പറഞ്ഞ കാര്യങ്ങളല്ലേ, പറഞ്ഞ പോലെ എല്ലാം ഞാൻ കേട്ടു. ഇന്ന് അവസാന തീരുമാനത്തോടെയാണ് ഞാൻ വന്നത്. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? അടുത്ത ആഴ്ച നോ, ഐ വോണ്ട് ഗോ, ഐ കോണ്ട് ഗോ. മേരി, എന്റെ മുമ്പിൽ ചുമ്മാ കരയരുത്. കല്യാണമേക്ക് കല്യാണം. നീ പോയി ഡ്രസ് മാറ്റിട്ട് വാ. നിനക്ക് ഞാനില്ലേ? കല്യാണം എനിക്കറിയില്ല എന്റെ ചേട്ടനെ. നമുക്ക് എവിടേക്കെങ്കിലും പോകാം, ആരും കാണാതെ. നിനക്കൊക്കെ താമസിക്കാൻ വേറെ സ്ഥലമുണ്ടേ. റെസ്ക്യൂ ഷെൽട്ടർ അറിയാവോ? ക്ഷമിക്കണം സാർ, നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിങ്ങനെ ഒന്ന് ക്ഷമിക്കണം. ഇവിടെയൊക്കെ റൂമിൽ കയറി വന്ന് വെറുതെ ന്യൂസൻസ് ഉണ്ടാക്കുകയാണ്. മര്യാദകത്തെ വർഗം. കോടതിയോ കേസോ ഒന്നുമില്ലാതെ അന്ന് ഞാൻ വെളിയിൽ വന്നു. എങ്ങനെയൊക്കെയാണെന്ന് നിനക്ക് ഊഹിക്കാമല്ലോ. ഇനി നീ പറയൂ. ഞാൻ പോയിക്കോട്ടെ മോളെ. ചേച്ചി, എന്റെ ഉദ്ദേശം സാധിച്ചാലും ഇല്ലെങ്കിലും ഇനി ഒരിക്കലും നാം ഇനി കണ്ടെന്നു വരില്ല. നീയാണോ? വെറും ഒരു രാത്രി കൊണ്ട് നീ എന്നോട് ഇത്ര അടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല.
അതേടാ, ഒരു കാലത്ത് നിന്റെ പെറ്റായിരുന്ന മേരി ഡിസൂസ. എനിക്ക് വരുന്ന ദേഷ്യത്തിന് അത് അപകടമാണെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പ്രഷറെങ്ങാനും ഷൂട്ടപ്പ് ചെയ്താൽ എപ്പോ നോക്കിയാലും എനിക്ക് മന്ത്രിസഭയെ പിടിപാടണമെന്ന് കരുതി നിനക്കൊക്കെ എന്തു ആകാമെന്നോ? ഒടുവിൽ കൊലപാതകവും ചെയ്തിട്ട് വന്നിരിക്കുക. അയ്യോ, നിനക്ക് വേണ്ടി ഒരു ചെറുവല്ലി ഞാൻ ഇറക്കിയല്ലേ കേട്ടോ. ഒടുവിൽ ഞാനും അകത്താകും. വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല സാർ, അറിയാതെ പറ്റിപ്പോയതാ. അയ്യോ, ഈ സമയത്ത് സാർ ഉപേക്ഷിച്ചാൽ കഴിവേ തൂങ്ങും, അല്ലാതെന്താ? എന്ന് വെച്ച് നിന്റെ ഒപ്പം ഞാനും തൂങ്ങണോ? സാർ അല്ലേലും തൂങ്ങി. നിന്റെ അപ്പനാ തൂങ്ങിക്കിടക്കുന്നത്. അച്ഛൻ ദേഷ്യത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത്. ശങ്കർ കോടതി കയറിയാൽ എല്ലാ രഹസ്യങ്ങളും പുറത്തു വരും. അത് നമുക്ക് അപകടമാണ്. അതോടെ അച്ഛന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിക്കും. ആറ്റു നോക്കിയൊരു മന്ത്രിയാവാൻ ചാൻസ് കിട്ടിയ നേരം ആ സമയത്ത് ഈ തെണ്ടി കാട്ടിയ പണിയെ പ്രഷർ കൂടും. തൊണ്ടയിൽ പുള്ളു വന്നാൽ വിഴുങ്ങിയേ പറ്റൂ. എന്ത് വേണമെന്നാ നീ പറയുന്നേ? സ്വാധീനം മുഴുവൻ ഇതിനു വേണ്ടി ഉപയോഗിക്കണം. നമ്മുടെ രക്ഷയ്ക്ക് കൂടിയാ. ഒന്ന് പതുക്കെ പറയണം. അടുത്ത മാസം ലേശം കമ്മിറ്റി കൂടുകയാണ്. ഇത് വെളിയിൽ പോയ സാറിന്റെ മന്ത്രിസ്ഥാനം സാറിന്റെ ഒക്കെ ഇഷ്ടം. മന്ത്രി ആക്കാമെന്ന് പറയുന്നതല്ലാതെ എന്നെ അങ്ങോട്ട് ആരും ആക്കുന്നില്ലല്ലോ. ആക്കി കഴിഞ്ഞത് നിങ്ങൾ എല്ലാവരും കൂടി എന്ത് വേണമെങ്കിലും ആക്കിക്കോ. എങ്ങനെ ആക്കും? കയ്യിലിരിപ്പതല്ലേ. നീ എന്നെ ഒരു വഴിക്കാക്കും. അച്ഛൻ ഇൻസ്പെക്ടർക്ക് ഫോൺ ചെയ്ത് വിവരം പറയണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. പോലീസ് തന്ന ന്യൂസ് അനുസരിച്ച് റൗഡികളുടെ കുത്തേറ്റ് മരിച്ചു എന്ന് സംശയമുണ്ടെന്നാണ്. എന്റെ പൊന്നു വേണു, താൻ അതൊന്നും നോക്കണ്ട, ഞാൻ പറയാം. നമുക്ക് 6 കോളത്തിലൊരു ബാനർ ഹെഡി. യുവതിയുടെ ശവം റോട്ടിൽ. അത് കാണുമ്പോഴേ പൊതുജനം വിളകും. അതിന് താഴെ അവളുടെ ഒരു ഫോട്ടോ, പിന്നെ അവൾ കിടക്കുന്ന കിടപ്പിന്റെ ഒരു വിവരണം. കൊച്ചുസ്തകം വരെ തോറ്റുപോകണം. ഇത് പത്രപ്രവർത്തനമല്ല, പത്രവ്യഭിചാരമാണ്. അങ്ങനെ ആ കിടക്കുന്നത് തന്റെ പെങ്ങളൊന്നുമല്ലല്ലോ. ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കാനാണ് ഒരാളെ ആവശ്യമെങ്കിൽ അതിന് വേറെ ആരെങ്കിലും നോക്കിക്കോ. അങ്ങനെ അങ്ങ് പോയാലോ വേണു? പക്ഷേ ആ പോലീസ് റിപ്പോർട്ട് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് റോഡിലാണ് ശവം കിടന്നത്. അവിടെ എന്തൊക്കെയോ കയ്യാങ്കളികൾ നടക്കുന്നുണ്ട്. ആ മേറ്ററിനെ കണ്ടാലേ സംശയം തോന്നും. ശരിയായ ഒരു വിറ്റ്നസ് ഉണ്ടായിരുന്നെങ്കിൽ അഴിച്ചു വെച്ച ഗൗൺ വീണ്ടും എടുത്തിട്ട് ഈ കേസിന് വേണ്ടി ഞാൻ കോർട്ടിൽ ഹാജരായത്. ഇന്നാളൊരാൾ ഇന്റർവ്യൂവിന് പോയിട്ട് ആരാണ്ട് ചന്തയ്ക്ക് പോയ പോലെ തിരിച്ചു വന്നല്ലോ. എന്തിനാ സാർ മുനവെച്ച് സംസാരിക്കുന്നത്? തുറന്നു പറഞ്ഞോളൂ. പട്ടി ചന്തയ്ക്ക് പോയ പോലെ അല്ലേ? അയ്യോ, അങ്ങനെ ഞാൻ പറയൂ വേണു? ഒരു കാര്യം ഞാൻ പറയാം. ഈ സ്ഥാപനത്തിന്റെ സൽപ്പേര് നീ കളയ. വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ടാണ് മരണം. അന്നേ എനിക്കറിയാം അവൾ എന്തിനും മടിക്കാത്തവളാണെന്ന്. എന്തൊക്കെയായാലും മരിച്ചവരെ കുറിച്ച് അങ്ങനെ പറയരുത് സുമിത്രേ. തപ്പ് തന്നെ. ഞാനുള്ളതല്ലേ പറഞ്ഞത്. അതിനുവേണ്ടി മതില് ചാടിയതാണ്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതും പറഞ്ഞ് സാർ ഇങ്ങനെ വിഷമിച്ചാലോ? നമ്മുടെ ശ്യാം സാർ ഒരുത്തന്റെ ബുദ്ധിയിലാ കാര്യങ്ങൾ ഒതുങ്ങിയത്. ഒതുങ്ങിയിട്ടില്ലെന്റെ പീതാംബര. ഇവിടെ ഒരു അലവലാതി പത്രം ഉണ്ടല്ലോ, തീക്കനല്ല. ആ തീക്കനലോ കരിക്കട്ടയോ അവൻ ഇന്ന് എന്റെ ആഫീസ് വന്നിരുന്നു. ഓ, അവന്റെ ഓരോ ചോദ്യങ്ങള് ഞാൻ ഒരു
ഒരു മാതിരിയായി പോയി. അങ്ങ് ചമ്മിപ്പോയി ഇല്ലയോ? അതേന്ന് നമുക്ക് നമ്മുടെ MLA മാരും ഇൻസ്പെക്ടേഴ്സും ഉള്ളപ്പോ നമ്മൾ എന്തിന് പേടിക്കണം? ആ പീറ ചെക്കനോട് പാത അവന്റെ തീക്കണൻ. അയ്യോ പറഞ്ഞു നാക്കെടുത്തില്ല, ഇൻസ്പെക്ടർ അമ്മ വന്നു. ഗുഡ് മോർണിംഗ്. സാറിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞു വാക്ക് നായി നാക്ക് വായി. മിസ്റ്റർ ശങ്കർ, ആ പത്രക്കാരൻ വേണുണ്ടല്ലോ, ഒരു വക്കീല് നിങ്ങളെ കാണാൻ വന്നിരുന്നു. വന്നിരുന്നു, എന്റെ അടുത്തും വന്നിരുന്നു. അവനെ സൂക്ഷിക്കണം. വല്ല അപകടമുണ്ടോ സാർ? എന്ത് അപകടം? അതിന് ഞങ്ങളൊക്കെ ഇല്ലേ. ചുമ്മാ ഒന്ന് റിമൈൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ തൽക്കാലം മിസ്റ്റർ ശങ്കർ കുറച്ചു കാലം ലീവ് എടുത്ത് ഇവിടുന്ന് മാറി നിൽക്കുന്നത് നന്നായിരിക്കും. ഈ തിങ്കും പോയി ഒന്ന് അടങ്ങട്ടെ. അങ്ങനെ ചെയ്യാം സാർ. ആ പിന്നെ ഈ കേസ് ഒതുക്കി തീർക്കാൻ സഹായിച്ച സ്റ്റാഫിന് നമ്മൾ വല്ലതും കൊടുക്കണം. കൊടുക്കണം. നമ്മൾ തമ്മിലുള്ള ഇരിപ്പനുസരിച്ച് എനിക്കൊന്നും വേണം. അയ്യോ അതൊക്കെ പറഞ്ഞ പോരായിരുന്നു. പാല് വെള്ളം ചേർത്തുണ്ടാക്കിയ കാശ് വെള്ളത്തിൽ തന്നെ പോകുന്ന പഴഞ്ചൊല്ല് അത് ഞാൻ ഇവിടെ കാണുന്നു. പെണ്ണുങ്ങളെ വെച്ചുണ്ടാക്കിയ കാശ് പെണ്ണുങ്ങൾക്ക് തന്നെ പോകുന്നു. അറേ ഇവിടുന്ന് വല്ലതും കിട്ടുമ്പോൾ നമുക്കൂടെ വല്ലതും തരണേ. സ്റ്റേഷനിലേക്ക് പോരെ. അയ്യോ എന്റെ അമ്മയെ തല്ലി കൊന്നാലും ഞാൻ അങ്ങോട്ടില്ല. ഞാൻ സ്റ്റേഷനിൽ വരുമ്പോൾ നിങ്ങൾ പോലീസുകാരുടെ സ്വഭാവം മാറും. കാശിന് വരം വേറെ വല്ലതും ആയിരിക്കും തരുന്നത്. എനിക്ക് വയ്യ. എന്നാ വീട്ടിലോട്ട് പോരെ. വീട്ടിൽ വെച്ചുകൂടെ ആകാമല്ലോ. താൻ പാടൂ. ഓ ഞാൻ വരട്ടെ. ഓ പിന്നെ മരി മരി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാനാണ് സർ മേറ്റൻ, മിസ് ദേവി. മിസ് ദേവിക്ക് ഓഫീസ് ഫോർമാലിറ്റീസ് ഒന്നും അറിഞ്ഞുകൂടെന്ന് തോന്നുന്നു. മറ്റുള്ളവർ റൂമിൽ വരുന്നതിന് മുമ്പ് അനുവാദം ചോദിക്കുക എന്നൊരു ഏർപ്പാടില്ലേ? ഐ എം സോറി സർ. പിന്നെ മിസ് ദേവി, ഇതിൽ അക്കൗണ്ട്സ് ഒന്നും കാണുന്നില്ല. അത് നെക്സ്റ്റ് മൺഡേ കൊണ്ടുവരാം സർ. നെക്സ്റ്റ് മൺഡേ വരെ പോണോ? ഞാൻ പ്യൂണിനെ അയക്കി അടുപ്പിച്ചോളൂ. അയ്യോ വേണ്ട സർ, കുറച്ച് അക്കൗണ്ട്സും കൂടെ ബാക്കിയുണ്ട്. കംപ്ലീറ്റ് ആയതിന് ശേഷം ഞാൻ തന്നെ കൊണ്ടുവരാം സർ. അപ്പോൾ അക്കൗണ്ട്സ് ഒന്നും അപ് ടു ഡേറ്റ് അല്ല. മിസ് ദേവി, എനിക്ക് ഇൻമേറ്റ്സിന്റെ ലിസ്റ്റ് കണ്ടിട്ട് പ്രയോജനമൊന്നുമില്ല. എനിക്ക് പ്രധാനമായും കാണേണ്ടത് അക്കൗണ്ട്സ് ആണ്. ഓക്കെ സർ. ಏನು లేదు ಬೋರ್ ಎಂದಡಿ അനങ്ങാൻ പാടില്ല, മിനുങ്ങാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, കളിക്കാൻ പാടില്ല. മനുഷ്യൻ ഭ്രാന്ത് പിടിക്കും. മുമ്പാണെങ്കിൽ ആ പിമ്പേരൻ എന്തെങ്കിലും കൊണ്ടുതരും. ഇങ്ങനെ പോയാലേ ഇവിടുന്ന് വല്ല ഭ്രാന്താശുപത്രിയിൽ പോകേണ്ടി വരും. പോടി, അങ്ങനെ ഭ്രാന്തൊന്നും പിടിക്കണ്ട. അപ്പടി ഇപ്പടി അഡ്ജസ്റ്റ് പണലാണ്ടി പാരടി. പുതു പൂവാലൻ പൈങ്കിളിയേ, ഒളി കണ്ണെറിയും ആൺകിളിയേ. പുതു പൂവാലൻ పైంగిలియే, తలుపు కులుకు చూడగానే చిలక పలికేరానా, పలుకు పలుకులోన మోజు నిండిన. తలుపు కులుకు చూడగానే చిలక పలికేరానా, పలుకు పలుకులోన మోజు నిండినాదిరా, మోజు నిండినాదిరా. మోజు తీరాలేక గాజు బొమ్మనైతిరా, తమలపాకు లాంటి దాని నమిలి మింగరా, నమిలి మింగరా. అది మచ్చాన్న పారడియే, அவர் பக்கம் நாம் சேரடியே. அடி மச்சான பாரடியே, அவர் பக்கம் நாம் சேரடியே. காதல் விழா வேளை இதில் கைத்தாண்டம் போடடியே, ஓர் இன்பம் தேடடியே. காதல் விழா வேளை இதில் கைத்தாண்டம் போடடியே, ஓர் இன்பம் தேடடியே.
पर्दा खोल के मेरे पास आ जाना, खोल के मेरे पास आ जाना, जली बदन को जोश में लाकर होश में आना, चाह के दरवाजे पर मैं ठोकरे मारी, रूठने से तेरी ये प्यारी പൂവാലൻ പൈങ്കിളിയേ ഒളി കണ്ണരിയും മാട്ടിളിയേ. വേഗം നല്ലോണം വിടും. Come in, sir. യെസ്. Sir. ആ മിസ് ദേവി, നിങ്ങളെ ഞാൻ വിളിപ്പിച്ചത് എനിക്ക് നമ്മുടെ ഇൻമേഴ്സിനൊക്കെ ഒന്ന് നേരിട്ട് കാണണം. ഇപ്പോഴോ സർ? ആ ഇപ്പൊ തന്നെ. ശങ്കർ സാറ് അങ്ങനെയല്ലായിരുന്നു. ശങ്കർ സാറിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് കാണണമെന്നാ. ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് തന്നെ വിളിപ്പിക്കാം സർ. അങ്ങനെയായിരുന്നു ശങ്കർ സാറും. വേണ്ട സർ, ഇപ്പൊ തന്നെ നമുക്ക് പോവാം സർ. പോവാം സർ, ഇപ്പൊ തന്നെ. എവിടുന്നാ വരുന്നേ? കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളേച്ചൻ 90 കഴിഞ്ഞപ്പോൾ പെണ്ണ് കെട്ടാൻ പോയി. കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളേച്ചൻ 90 കഴിഞ്ഞപ്പോൾ പെണ്ണ് കെട്ടാൻ പോയി. താലി വാങ്ങി വന്നു, മാല വാങ്ങി വന്നു, താലി വാങ്ങി വന്നു, മാല വാങ്ങി വന്നു. കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളേച്ചൻ 90 കഴിഞ്ഞപ്പോൾ പെണ്ണ് കെട്ടാൻ പോയി. കന്നുകാലിത്തൊഴുത്താണ് ഭേദം. വഴിതെറ്റിയ പെൺകുട്ടികളെ നേർവഴി കാണിക്കേണ്ട സ്ഥലമാണിത്. നിങ്ങളിത് നടത്തുന്ന വിധം കൊള്ളാം. എന്താ കുട്ടിയുടെ പേര്? സുമിത്ര. ഞാൻ വരുമ്പോ സുമിത്ര ആടി തകർക്കുന്നുണ്ടായിരുന്നല്ലോ. ഇവിടുത്തെ നിയമപ്രകാരം എന്തെങ്കിലും കൈത്തൊഴിൽ ചെയ്യേണ്ട സമയമല്ലേ ഇത്? അതോ അങ്ങനൊരു ഏർപ്പാട് ഇവിടെ ഇല്ലേ? അപ്പോൾ പകൽ സമയത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പകലിന്റെ അത്രയൊന്നും ഇവിടെ ഭേദമില്ല സാർ. ഉറങ്ങി എഴുന്നേറ്റും സമയം തള്ളി നിൽക്കുന്നു. ശാന്തി. ഇപ്പോൾ എവിടുന്ന് വരുന്നു? അങ്കെങ്കിൽ സുമ്മാ ചുറ്റിട്ട് വരേ. മലയാളം അറിയാൻ പാടില്ലേ? മലയാളം അറിയൊക്കെ ചെയ്യാം, തായ്മൊഴി തമിഴാച്ചേ. ശരി ശരി, എവിടെയെങ്കിലും പോയി മുക്കാര്. ഇവിടെ ഉക്കാർലാമാ? ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. ഇതിനു മുൻപ് നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു പുതിയ ജീവിതം നൽകുക എന്നതാണ് ഈ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൂടിയേ തീരൂ. ഇവിടം വിട്ടു പോകുമ്പോ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം ജീവിക്കത്തക്കവണ്ണം ഒരു കൈത്തൊഴിൽ നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചിരിക്കണം. അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഗവൺമെന്റ് ചെയ്തു തരുന്നുണ്ട്. പക്ഷേ എന്തോ ചില കാരണങ്ങൾ കൊണ്ട് അതെല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. തയ്യൽ പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു കൊടുക്കണം. അതിനുള്ള മെഷീൻസ് നാളെ ഇവിടെ എത്തും. സൂയിങ് മെഷീൻ
സർക്കാർ മുതലാളിക്ക് അനുവദിച്ച ആ വലിയ തുക അപ്പാടെ വിഴുങ്ങിയല്ലേ? സാറ് അത് ശങ്കർ സാറ് നിങ്ങളൊന്നും അറിഞ്ഞില്ല? അറിഞ്ഞു സാർ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് സാറേ? ശങ്കർ സാർ പറഞ്ഞപ്പോ വളരെ ഭംഗിയായിട്ടുണ്ട്. ഒരു വലിയ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, റെസ്ക്യൂ ഹോം എന്നും പറഞ്ഞു. ആ ബോർഡ് അങ്ങ് എടുത്ത് മാറ്റി വേറെ ഏതെങ്കിലും ബോർഡ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നിങ്ങളെ തൊലിക്കെട്ടിയെ സമ്മതിക്കും. നിങ്ങൾക്ക് നാണമില്ലല്ലോ. സാർ ഞാൻ പറയണ്ട. മര്യാദക്കല്ലെങ്കിൽ എല്ലാവരും വീട്ടിലെടുത്തും പറഞ്ഞേക്കാം. ഇതെന്താ വല്ല ചന്തയും മറ്റോ ആണോ? വരുന്നവനും പോകുന്നവനും കയറിയിരിക്കാൻ? അതിനേക്കാൾ മോശപ്പെട്ട സ്ഥലമാണ് അത്. നടത്തിയിട്ടേ പോകുന്നു. അത് നടക്കില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ? വെറുതെ കലിതുള്ളിയിട്ട് കാര്യമില്ല. ഇൻമേറ്റ്സിനെ കുറെ പേരെ വിളിച്ച അന്നായിരിക്കും. ഡിസ്ട്രിക്ട് വെൽഫെയർ ഓഫീസറുടെ ഓർഡറാണ്. വായിച്ചു നോക്കിയിട്ട് വേണ്ടതുപോലെ ചെയ്താൽ മതി. അതിപ്പോ വായിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞേ? എനിക്കെന്താ വേണ്ടതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. വിളിക്കാവേ. വിളിക്കാം. ഒരു മിനിറ്റ്. വിളിച്ചോ? സുമിത്ര, ജയ, ശാന്തി, തുളസി. വിളിച്ചോണ്ടോ? സുമിത്ര, ഷീല, ജയ, ശാന്തി, നളിനി. നിങ്ങളെയൊക്കെ മേത്രം വിളിക്കുന്നു. എന്തിനാ ഞങ്ങളൊക്കെ വിളിക്കുന്നേ? ആരോ പത്രക്കാരന്റെ നമ്മുടെ പടമൊക്കെ പത്രത്തിൽ വരുമല്ലോ. പിന്നെ ഞാനൊരു പത്രത്തിന്റെ ലേഖകനാണ്. നിങ്ങൾ ഓരോരുത്തരായി നിങ്ങളുടെ കഥകൾ പറഞ്ഞാൽ ഞാനത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കാം. നിങ്ങൾ ഇത്തരത്തിലായ സാഹചര്യമാണ് എനിക്ക് പ്രധാനമായും അറിയേണ്ടത്. അപ്പോ എങ്ങളുടെ ഫോട്ടോ എല്ലാം പത്രത്തിൽ വരുമാ സാർ? ഫോട്ടോ ഇടാം. സാർ ഫോട്ടോ ശീഘ്രമായിടുங்க സാർ. ആരാണ് ആ പെൺകുട്ടി? അതെ, പേര് തുളസി. അവക്ക് തലയ്ക്ക് നല്ല സുഖമില്ല. കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല. എനിക്ക് ആ പെൺകുട്ടിയുമായി ഒന്ന് സംസാരിക്കണം. അയ്യോ, അത് പറ്റില്ല. എന്തറിയോ, ഡോക്ടറുടെ അനുവാദം ഇല്ലാതെ അവളോട് സംസാരിക്കാൻ പറ്റില്ല. സത്യമായിട്ട് എനിക്ക് ഭ്രാന്തില്ല സാർ. അവരെന്നെ ഭ്രാന്തിയാക്കാൻ ശ്രമിക്കുകയാണ്. അത് ഞങ്ങൾക്കറിയാം കുട്ടി. നീ കരയാതിരിക്കും. തുളസിക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? എല്ലാം തുറന്നു പറയൂ. പറഞ്ഞോളൂ. ഞാനെല്ലാം തുറന്നു പറയാം സാർ. എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവും. പുറം ലോകത്തിന്റെ നന്ദികളും ക്രൂരതകളും എവിടെയെങ്കിലും കാണില്ലെന്ന് കേട്ടു. എനിക്ക് വേണ്ടി, എനിക്ക് പകരം മേരി മരണത്തെ ഏറ്റുവാങ്ങാൻ തയ്യാറായതാണ് സാർ. മേരിയെ റൗഡികൾ കൊന്നതല്ല സാർ. മേരിയെ കൊന്നത് ശങ്കരനാണ്. അയാളുടെ വീട്ടിലേക്ക് മേരിയെ ഗാഡികൾ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടതാണ്. എന്നെയും മേരിയും മാത്രമല്ല, അവിടുത്തെ ഓരോ പെൺകുട്ടിയെയും അവർ ക്രൂരമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ സാർ. തുളസി വിഷമിക്കാതിരിക്കൂ. ഞങ്ങളെ കൊണ്ട് ആയതെല്ലാം ചെയ്യാം. പിന്നെ ഇതെവിടെയും തുറന്നു പറയാൻ തുളസി ഒരുക്കമാണല്ലോ. ഇതെല്ലാം കാണിച്ച് ഞാൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് എഴുതാം. ഇതിനൊരു പരിഹാരം കാണാതെ ഞാൻ അടങ്ങില്ല. തുളസിക്ക് എന്നെ വിശ്വസിക്കാം. മേ ഐ കം ഇൻ സർ? പ്ലീസ് കം. പലതവണയായി കേൾക്കുന്നു. വേണു ഒരു പത്രക്കാരനല്ലേ? അപ്പൊ എന്റെ പേര് കേൾക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എനിക്കിപ്പോഴും നിങ്ങളെ മനസ്സിലായിട്ടില്ല. ഞാൻ MLA ദിനകരന്റെ മകൻ. ഞാനിപ്പോ പോളിറ്റിക്സിലാണ്. അപ്പോ മിസ്റ്റർ ശ്യാമിന് അതിലും പാരമ്പര്യം അവകാശപ്പെടാം. രാഷ്ട്രീയം സംസാരിക്കാനല്ല ഞാൻ വന്നത്. പിന്നെ വേണുവിന് ഇന്ന് ചില പൊതുജന നന്മയെ മുൻനിർത്തി ഈ കോടതിയുടെ അധികാര പരിധിയിൽ നടക്കുന്ന ചില അക്രമങ്ങൾ കുറെ അനാഥ പെൺകുട്ടികളുടെ നേർക്കാണ്. അവരുടെ രക്ഷയ്ക്കെത്തേണ്ടത്
ബഹുമാനപ്പെട്ട കോടതിയുടെ കർത്തവ്യവും ബാധ്യതയുമാണ്. കുറ്റങ്ങളുടെ ഏകദേശ രൂപം നൽകാൻ പറ്റുമോ? യെസ് യുവർ ഓണർ. പെൺകുട്ടികളെ ഉപയോഗപ്പെടുത്തുന്നത് മുതൽ ഹീനമായ കൊലപാതകങ്ങൾ വരെ ആ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽപ്പെടുത്താം. അത്തരമൊരു കൊലപാതകത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ ഇതിലുണ്ട്. ഇതൊക്കെ നടക്കുന്നത് സർക്കാർ ചെലവിലാണെന്നുള്ളതാണ് ഏറ്റവും ലജ്ജാകരം. പ്രതികൾ ആരാണെന്ന് അഫിഡവിറ്റിൽ പറയുന്നില്ലല്ലോ. എനിക്ക് വിസ്തരിക്കേണ്ട ചില വ്യക്തികളുടെ ലിസ്റ്റാണിത്. ബഹുമാനപ്പെട്ട കോടതി ഇവർക്ക് സമൻസ് അയക്കാൻ ദയവുണ്ടാകണം. അവരുടെ മൊഴികളിലൂടെ പ്രതികൾ ആരാണെന്ന് കോടതിക്ക് ബോധ്യമാവും. ഇതിൽ പറയുന്ന വ്യക്തികൾക്ക് സമൻസ് അയക്കാൻ ഉത്തരവിടുന്നു. താങ്ക് യു മൈ ലോർഡ്. എന്റെ പേരിൽ കേസായി, നോട്ടീസായി. ഇനി എന്താ ചെയ്യാ? നീ അല്ലേ പറഞ്ഞത് അവനൊരു കുന്തം ചെയ്യില്ലെന്ന്? നിന്നെ ഞാൻ അച്ഛാ, അവൻ എന്നെ പറഞ്ഞ് ചതിക്കുകയായിരുന്നു. അവനെ അന്നേ വകവരുത്തേണ്ടതായിരുന്നു. തെറ്റുപറ്റിയെന്ന് ഞാൻ സമ്മതിക്കുന്നു. പ്രായശ്ചിത്തം ചെയ്യാൻ ഇനിയും സമയമുണ്ട്. അച്ഛാ, രാമേന്ദ്രന്റെ അടുത്ത് പോയിരുന്നു. ആ പീതാമ്പനെ അവിടെ പോയി കിടക്കുന്നു. ആവശ്യം നേരത്തെ തെണ്ടികളെ കാണില്ലാന്ന് വെച്ചാൽ സൂക്ഷിച്ച്. ആ, അവിടെ വെച്ചേക്കൂ. പതുക്കെ. ആ, നിങ്ങൾ പോയിക്കോളൂ. നമസ്കാരം. നമസ്കാരം. ഐ എം ശ്യാം, MLA ദിനകരന്റെ മകന്. സിറ്റ് ഡൗൺ. താങ്ക് യു. അച്ഛൻ നന്നായിച്ചതാണ്. അച്ഛന്റെ നിയോജകമണ്ഡലത്തിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു കുറവും വരരുതെന്ന് അച്ഛന് നിർബന്ധമാണ്. ആ അപ്പൊ എന്റെ വീട്ടിൽ ടിവിയും VCRും ഇല്ലെന്ന് വരെ MLA സാർ മനസ്സിലാക്കിയിരിക്കുന്നു അല്ലേ? ആ, അതാണ് അച്ഛന്റെ പ്രത്യേകത. ആർക്ക് എന്തിന്റെ കുറവുണ്ടെങ്കിലും അത് അച്ഛൻ അറിഞ്ഞിരിക്കും. MLA സാറിന്റെ ദയവിന് എന്റെ നന്ദി അദ്ദേഹത്തിന് അറിയിക്കണം. ഈ നിസാര കാര്യത്തിനും അച്ഛനെ വന്നൊന്ന് പരിചയപ്പെട്ടാൽ ഇതിനേക്കാൾ എത്രയോ വലിയ കാര്യങ്ങൾ സാധിക്കാം. ഒന്ന് വന്ന് പരിചയപ്പെടണം. തീർച്ചയായും. മഹാമനസ്കനായ അദ്ദേഹത്തെ ഇതേവരെ റെസ്ക്യൂ ഹോമിനെ കുറിച്ച് സംസാരിക്കാൻ കൂടിയാണ് അച്ഛൻ വിളിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. റെസ്ക്യൂ ഹോമിന്റെ നടത്തിപ്പിലുള്ള അപാകതകളെ മൂടി വയ്ക്കാൻ ഞാൻ സഹായിക്കണമായിരിക്കും. അതെ. പക്ഷെ തൽക്കാലം എനിക്കതിന് സൗകര്യമില്ലെന്ന് MLA സാറിന് പറഞ്ഞേക്കും. എന്റെ അച്ഛന്റെ സ്വാധീന ശക്തി നിങ്ങൾക്ക് അറിയില്ല. എടുത്തോണ്ട് പോടോ. തുളസി, നീ ഇത്ര പാവമാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. നിന്നെ ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുമുണ്ട്. അതൊക്കെ എന്നോട് ക്ഷമിച്ചു കളാ. ക്ഷമിക്കാൻ ഞാൻ ആരുമല്ലല്ലോ മാഡം. ഞാൻ പറഞ്ഞു വന്ന അതല്ല. ആ കേസിന്റെ കാര്യം രാമേന്ദ്രൻ സാർ നിന്നെ കോടതിയിലേക്ക് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നും നിനക്കറിയില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. എനിക്കറിയാമല്ലോ കുറച്ചൊക്കെ. അറിയാം. നിനക്കെല്ലാം അറിയാം. നിനക്കേ അറിയാവൂ. അതൊക്കെ അവന്മാര് കിള്ളി ചോദിക്കും. അതല്ലേ കുഴപ്പം. ഒന്നും അറിയില്ലെന്ന് പറഞ്ഞാ പിന്നെ കുഴപ്പമില്ലല്ലോ. പറ്റില്ല. അറിയാവുന്നത് മാത്രം ഞാൻ പറയും. ഞങ്ങളുടെയൊക്കെ കാര്യം ആകെ കൊടിയും. അതുകൊണ്ടാ വീണ്ടും അത് തന്നെയാണ് പറയാനുള്ളതെങ്കിൽ പറയണമെന്നില്ല. തുളസിയെ കുറിച്ച് മിസ്റ്റർ രാമേന്ദ്രന്റെ അഭിപ്രായം എന്താണ്? നല്ലവരുടെ നേരെ വിധി എപ്പോഴും വളരെ ക്രൂരമായി പെരുമാറും. അതിന് തുളസിയേക്കാൾ നല്ലൊരു ഉദാഹരണം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്രൂരനായ ആ വിധിയെ തോൽപ്പിച്ചാൽ കൊള്ളാമെന്ന് എനിക്കൊരാഗ്രഹം. വേണു എന്താണ് ഉദ്ദേശിക്കുന്നത്? ചുറ്റി വളയ്ക്കുന്നില്ല. തുളസിയെ വിവാഹം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുറമോടിയോടുള്ള വെറും ആകർഷണം അല്ല, തുളസിയെ കണ്ട അന്ന് മുതൽ എനിക്കിഷ്ടമാണ്.
അവളുടെ ജീവിതത്തിൽ വീണ കറുത്ത പാടുകളെ കുറിച്ച് ദുഃഖമില്ലെന്ന് ഞാൻ പറയുന്നില്ല. തുളസിയോടുള്ള സ്നേഹം കൊണ്ട് അവയെ മറയ്ക്കാനും എനിക്ക് കഴിയും. വേണു ആലോചിച്ചെടുത്ത തീരുമാനമാണോ? വളരെ. വേണു, ഇന്ന് ഞാനൊരു മനുഷ്യനെ കണ്ടു, അതിന്റെ എല്ലാ അർത്ഥത്തിലും. തുളസി എന്താ ഒന്നും മിണ്ടാത്തത്? സമ്മതമല്ലേ? സാർ, തുളസി പറയാൻ പോകുന്ന കാരണങ്ങൾ എല്ലാം വേണമെന്നറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അയാൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. സഹതാപം തോന്നി. എനിക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്യുന്ന പോലെയല്ലേ സാർ അത്? ഞാൻ കാരണം ആ മനുഷ്യന്റെ ജീവിതം നശിക്കാൻ പാടില്ല. വേണു മറക്കാനും പൊറുക്കാനും സന്മനസ്സുള്ള നല്ലൊരു ചെറുപ്പക്കാരനാണ്. ഇല്ല സാർ, സാർ എന്തൊക്കെ പറഞ്ഞാലും ഒന്നും പറയണ്ട. നിന്റെ ഒരു സഹോദരൻ നിങ്ങൾ തടസ്സമൊന്നും പറയണ്ട. രണ്ടുപേരെയും പറഞ്ഞു വിട്ടേ പറ്റൂ. ഓഫീസർ വാച്ച്മാനെ മാറ്റിയിരിക്കുക, എങ്ങനെ പുറത്തു കൊണ്ടുവരും? അതൊക്കെ നിങ്ങളുടെ കഴിവാ. അഥവാ തെണ്ടി ഓഫീസർ അറിഞ്ഞാൽ തന്നെ ഇപ്പൊ എന്തോ ചെയ്യും? എന്ത് വന്നാലും ഞാനുണ്ട്. വേണ്ടി വന്ന അവനെ ഞാൻ ആത്തന്റിക്കായലോട്ട് പറഞ്ഞു വിടും. എന്തോ ചിരിക്കുന്നേ? എന്തോ സാർ ആർത്തണ്ടിക്ക? കേട്ടിട്ടൊരു ഓണം കയറാ മൂല പോലെ തോന്നുന്നു. എടാ, അതൊക്കെ അറിയാനേ കുറച്ച് ഭൂമിശാസ്ത്രവും ചരിത്രവും ഒക്കെ പഠിക്കും. പരിഭ്രമിക്കാൻ ഒന്നുമില്ല തുളസി. ഞാൻ ആസ്പത്രിയിൽ ചെന്ന് വേണുവിനെ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. വേണുവേട്ടനോട് ഇത് ചെയ്തവരെ പിടികിട്ടിയോ? ചെയ്തവനെ എല്ലാവർക്കും അറിയാം. പക്ഷേ പൂച്ചയുടെ കഴുത്തിൽ ആര് മണി കെട്ടുമെന്നുള്ളതാണ് പ്രശ്നം. ഭരണതലത്തിൽ സ്വാധീനമുള്ളവനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഭയപ്പെടുന്നു. ആരാണവൻ? അത് വ്യക്തമാണ്. മേരി ശങ്കരന്റെ വീട്ടിൽ ചെന്നതിന് ശേഷം എന്ത് നടന്നു എന്ന് തെളിയിക്കാൻ വേണ്ട സാക്ഷികളോ മറ്റ് തെളിവുകളോ ഇല്ല. സാഹചര്യ തെളിവുകളെ മാത്രം മുൻനിർത്തി പ്രതി കുറ്റക്കാരനാണെന്ന് തീരുമാനിക്കാൻ നിവൃത്തിയില്ല. സംശയത്തിന്റെ ആനുകൂല്യം പ്രതിക്ക് നൽകണമെന്ന ഇന്ത്യൻ ശിക്ഷാ നിയമ അനുശാസനത്തെ മാനിച്ച് പ്രതിയെ വെറുതെ വിട്ടുകൊണ്ട് ഈ കോടതി ഉത്തരവിടുന്നു. മിസ്റ്റർ ശങ്കരൻ ഇനി ആരെയെങ്കിലും കൊല്ലാനുണ്ടോ? ഗോ ആൻഡ് കിൽ ദം. രക്ഷിക്കാൻ ഞാനുണ്ട്. ആ പീറ ചെറുക്കം വേണ്ട കാര്യം കൂടി നടത്താനുള്ളൂ. അടുത്ത ലയൺസ് കമ്മിറ്റി ഒന്ന് കഴിയണം. അവന്മാര് ചുമ്മാ വലിച്ചോണ്ട് പോവല്ലേ? ലയൺസ് കമ്മിറ്റി അല്ല സാർ, ലേസൺ കമ്മിറ്റി. അത് തന്നെയാടാ ഞാനും പറഞ്ഞത്. നീ ശ്രദ്ധിക്കാൻ എടാ ശങ്കറെ, എനിക്ക് ആകെ കൂടി മന്ത്രിയാകണം. അതും വെൽഫെയർഡ് മന്ത്രി. സോ വെൽഫെയർ മന്ത്രി അല്ല, വെൽഫെയർ മന്ത്രി. എന്റെ മേടിക്കും ഇപ്പൊ മേടിക്കാട്ടിയാട്ട്. ഈ വെൽഫെയർഡ് മന്ത്രി ഉണ്ടല്ലോ, ഒരു ദിവസം അവനെ ടി വിയിൽ വെച്ച് എന്നോടൊരു തട്ടിക്കയറ്റം. താൻ വലിയ അഴിമതിക്കാരനാണ്, അവന്റെ അമ്മയുടെ നായരാണെന്നൊക്കെ. തുളസി, ഈ നരകത്തിൽ നിന്നും നിന്നെ മോചിപ്പിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവാണിത്. ഇത് കേട്ടിട്ട്
നിനക്ക് യാതൊരു സന്തോഷവും കാണുന്നില്ലല്ലോ തുളസി. സന്തോഷവും ദുഃഖവും ഒന്നും എന്നെ ബാധിക്കാതെയായി എന്റെ വേണോട്ട. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ? കുറെ ദുസ്വപ്നങ്ങൾ എല്ലാം മറക്കു കുട്ടി. തുളസി ഒരുങ്ങി, നമുക്ക് പോകാം. എങ്ങോട്ട്? ഈ മതിൽക്കെട്ടിനകത്ത് നിന്നും പുറത്തേക്ക്, അല്പം ശുദ്ധവായുള്ളിടത്തേക്ക്. ഇവിടുത്തെ വായു ശ്വസിച്ച് എനിക്ക് പരിചയമായി. ശുദ്ധവായു ശ്വസിച്ച എനിക്ക് ശ്വാസം മുട്ടും. തുളസി, നീ എന്താ ഉദ്ദേശിക്കുന്നത്? വേണോട്ടിനെ വേദനിപ്പിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഞാൻ ഇങ്ങോട്ടും വരുന്നില്ല. നിനക്കെന്തോ പറ്റിയിട്ടുണ്ട് തുളസി. സ്വഭാവത്തോടെ അല്ല സംസാരിക്കുന്നത്. നല്ല ബോധത്തോടെയാണ് ഞാൻ എല്ലാം സംസാരിക്കുന്നത്. ആലോചിച്ചെടുത്ത തീരുമാനം. അതിൽ മാറ്റമില്ല. എന്താ? മേട്ടൻ ഗേറ്റിൽ വന്ന് ഒരു പെണ്ണിന് സുഖമില്ല, ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം തോന്നി. ഞാൻ ഒളിച്ചിരുന്ന് നോക്കി. അവരെല്ലാം വണ്ടിയിൽ കയറിപ്പോയി. എങ്ങോട്ടാ പോയത്? മുല്ലയുടെ ഗസ്റ്റ് ഹൗസിലേക്കാ. പെണ്ണെന്നും വേണം പാരിനാനന്ദം, പെണ്ണിൽ ആരംഭം, പാരിനാനന്ദം, പെണ്ണിൽ ആരംഭം. പ്രിയനേ പ്രിയനേ പ്രിയനേ, ഭൂമിക്കു പുളകം നൽകാൻ പുഷ്പങ്ങൾ വേണം, പുരുഷന്റെ പ്രാണൻ പൂക്കാൻ പെണ്ണെന്നും വേണം. പാരിൻ ആനന്ദം, പെണ്ണിൽ ആരംഭം, പാരിനാനന്ദം, പെണ്ണിൽ ആരംഭം. മരിച്ച രാമേന്ദ്രനാഥന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് വീണ്ടും കുടിക്കാം. ആ കുണഞ്ഞ മിനിസ്റ്ററോട് ഞാൻ പറയും, അവൻ എന്നെ അഴിമതിക്കാരാകും. ആക്കിക്കോട്ടെ. ഇതൊക്കെ ആര് ശ്രദ്ധിക്കാൻ പോകുന്നു? എവരുടെ ഇതിന്റെ കാമുകൻ അഡ്വക്കേറ്റ് വേണു? നിനക്കൊരു രക്ഷകൻ ഉണ്ടായിരുന്നല്ലോ, രാമചന്ദ്രൻ. അവനോടെ ഒരുത്തരും വരില്ലേ ഇവിടെ നിന്ന് രക്ഷിക്കാൻ? എന്നെ രക്ഷിക്കാൻ എനിക്കറിയാമടാ. ഇനി ഈ മര്യാദക്കല്ലെങ്കിൽ നീ ജീവനോട് ഇവിടുന്ന് പുറത്തു പോവില്ല. മാറിയിങ്ങോട്ട്. എന്താ കുട്ടി? നമ്മൾ ഓരോരുത്തരെയായി അവര് കൊല്ലും. ഇന്ന് ഞാനാണെങ്കിൽ നാളെ നിങ്ങളിൽ ആരെങ്കിലും ആയിരിക്കും. എന്നെ വിളിച്ചെന്നറിഞ്ഞു. അയാൾ നിന്നെ ഉപദ്രവിച്ചു. എനിക്ക് വേണ്ടി ആരും ദുഃഖിക്കണ്ട. നിങ്ങൾ എല്ലാവരും കോർട്ടിൽ പോയി തത്ത പറയുന്നതോ നമ്മൾ തെലുങ്ക്, തമിഴ്, മലയാളം എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുകയാണെന്ന് അവർക്ക് നന്നായി അറിയാം. നമ്മൾ ഒരുമിച്ച് ചേർന്നാൽ അവരുടെ ഒരു തന്ത്രവും നടക്കില്ല. ഇന്നോടെ നമ്മുടെ എല്ലാ വ്യത്യാസങ്ങളും തീരട്ടെ. ഇനി ഒരു ശക്തിക്കും നമ്മളെ പിരിക്കാൻ കഴിയില്ല. അവളുമാരവിടെ കിടന്ന് ഭയങ്കര ബഹളം. ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. ശരി വാ. കിട്ടണം. എന്റെ വായിൽ വരുന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ എങ്ങനെ ചാടിയാലും പ്രയോജനമില്ല. ഒരു തീരുമാനം ഉണ്ടാകാതെ. എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്? കൂടെ ഓരോരുത്തരെയും കൊണ്ട് താമസിപ്പിക്കണോ? ഞാൻ സർക്കാരിലോട്ടങ്ങ് എഴുതാം. അതൊന്നേ നിനക്കറിയാവൂ.
എന്താടി പറഞ്ഞത്? അയ്യോ, ഒന്നും അറിയാത്ത പച്ച പാവം. എടീ, നിന്നെ അടിക്കാൻ പോകുന്നു. അതൊക്കെ പണ്ട്. ഇതൊന്നും നിന്റെ മാത്രം കുത്തകയല്ല, അതോർത്തോ. ഏയ്, എന്റെ മനസ്സിലായിരിക്കെ വിട്ടാതെ പോട്ടിനല്ല. ടിഷു ടിഷു സാർ ഇവിടെ തന്നെ ഇരിക്കണോ? പുറത്ത് അവളുമാര് കാണിക്കുന്ന ബഹളമൊന്നും കേൾക്കുന്നില്ലേ? ഒരെണ്ണ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒരേ ബഹളം. നിങ്ങൾ കുറച്ച് പേരുണ്ടല്ലോ ഇവിടെ തിന്നു കൊടുത്ത്. ഒന്നിനെ കൊണ്ട് പറ്റില്ല, വീട്ടിൽ പോകും. സാർ, ഞങ്ങൾ 5-6 പേര് എന്ത് ചെയ്യാനാണ് ഇത്രയും പേരെടുത്ത്? ശല്യമായല്ലോ. തോന്നിയാസം കണ്ടോണ്ട് നോക്കി നിൽക്കുന്നു ആളുകളെ. എന്തുവാണ് നോക്കി നിൽക്കുന്നത്? പിടിച്ചെല്ലാത്തിന് അകത്താക്കണി. പിന്നത്തെ കാര്യം ഞാൻ ഏറ്റു. ഇവിടെ വരെ നിലയ്ക്ക് നിർത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? എല്ലാത്തിനെയും ഇനിയിപ്പോ എന്ത് ചെയ്യും സാർ? MLA സാർ അറിഞ്ഞാൽ വലിയ കുഴപ്പമാവും. അയാൾ ആര്? അങ്ങേർക്കും പങ്കുണ്ട് നിലക്ക്. അതല്ലല്ലോ പ്രശ്നം. പത്രക്കാർ നോക്കിയിരിക്കല്ലേ? വെളിയിൽ അറിഞ്ഞ നാറ്റ കേസായി. ഞാൻ കൊറേയായി നോക്കുന്നു. വന്ന് പോലീസിനെ വെച്ചടിക്കാനാണ് ശ്രമം. സുമിത്ര, നീ അതേ സുമിത്ര തന്നെ. ഇനി നിങ്ങളുടെ ഒരു വേലയും ഇവിടെ നടക്കില്ല. നിങ്ങൾക്കിവിടെ ഒരു കാര്യമില്ല, ഒരു കുഴപ്പത്തിനും ഞങ്ങളില്ല. ഇവിടെ നടക്കുന്ന അനീതികൾക്കെതിരെ ശബ്ദം ഉയർത്തുന്നു, അത്രേ ഉള്ളൂ. അല്ല, സാറെന്താ ഒരുമാതിരി കാഴ്ചകടം നിൽക്കുന്ന പോലെ എല്ലാത്തിനെയും അടിച്ചു നാട്ടാക്കിത്ത അകത്തേളം എന്ത് വേണേലും കാണിക്കട്ടെ. സാർ ആവേശപ്പെട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ബലം പ്രയോഗിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് നിയമമില്ല, പ്രത്യേകിച്ച് സ്ത്രീകളല്ലേ. ഓ, നിയമം കുന്തം. ഇവിടെയെല്ലാം വടിവലങ്ങ് നേരെയല്ലേ കൂടുതൽ. സാറ് വെറുതെ ചൂടാകാതെ. നാളെ നിങ്ങളുടെ വെൽഫെയർ മിനിസ്റ്റർ TV-യിൽ വരുന്നുണ്ട്. അങ്ങനെ അറിഞ്ഞാൽ ആ കുഴപ്പത്തിലാവും. സാർ ഒരു കാര്യം ചെയ്യും, പേട്ടനെ വിവരം അറിയിക്കും. അയാൾ ശരിയായിക്കോളൂ. ആര്? ആ വട്ടൻ MLA-യോ? അയാൾ ഒരുത്തരാണ് ഇതൊക്കെ കാരണം. എന്തോന്ന് സമയം? ഞാനേതോ വേലിയിലിരുന്ന പാമ്പിനെടുത്ത് കോപം എവിടെയോ തിരികെ വെച്ചെന്ന് പറഞ്ഞ കൂട്ടത്തില് ഇന്നേതോ അലവലാതി പെണ്ണുങ്ങളെല്ലാം ഇറക്കി വിട്ടേക്ക് വന്ന് കയറി കുത്തിരിക്കുക. പോക്കറ്റിൽ പറയരുത്. കുടുങ്ങിയ എല്ലാവരും കുടുങ്ങും. നീ എന്നെ പേടിപ്പിക്കാൻ നോക്കുന്നോ? എന്റെ ഒറ്റ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഈ മന്ത്രിസഭ ഇന്ന് നിലനിൽക്കുന്നത്. അത് എന്നോട് നീ ധിക്കാരം പറയുന്നോടാ. എന്നെ കൊണ്ട് ആവശ്യമില്ലാത്തൊക്കെ ഒപ്പിച്ചിട്ട് നിങ്ങളൊന്നും വലിയ ആളാകണമെന്ന് നോക്കണ്ട. എടാ, ഒന്ന് പതുക്കെ പറയടാ. എടാ, ആ ചെറുക്കനകത്തുണ്ട്. ഓ, യൂത്ത് അല്ലേ? ഒന്നും അറിയാത്ത കക്ഷി. അവനെല്ലാം അറിയാം. ഈ മുതുക്കിന്റെ യൂത്ത് അല്ലേ? നമ്മൾ പരസ്പരം വഴക്കടിക്കുന്ന സന്ദർഭമല്ലേ? മിനിസ്റ്റർ TV-യിലുണ്ട്. അങ്ങനെ അറിഞ്ഞ കുഴപ്പമോ? ആരും അറിയാതെ ഒതുക്കാൻ ശ്രമിക്കണം. ഞാനേ ഇപ്പൊ അങ്ങനെ ഒതുക്കണില്ല. ഞാൻ കൊറേ ഒതുക്കിയതാ. എന്തോന്ന് മിനിസ്റ്ററാ, ഞാൻ ഇപ്പൊ ഊരിയാണ്ടല്ലോ അവന്റെ ഒക്കെ തല അങ്ങ് തെറിച്ചു. പിന്നെ ഓരോ MLA-യും കൂട്ടരും എന്തിനും തയ്യാറെടുത്താണ് റെസ്ക്യൂ ഹോമിലേക്ക് പോയിരിക്കുന്നത്. സാർ ഉടനെ ചെന്ന് വേണ്ട ചെയ്തില്ലെങ്കിൽ രംഗമാകെ വഷളാകും. മിനിസ്റ്റർ TV-യിലുണ്ട്. സാർ ഉടനെ റെസ്ക്യൂ ഹോമിൽ എത്തണം എന്ന്. പീതാംബരൻ. എന്താ സാറ്? നമസ്കാരം. ഇത് കണ്ടോ? ഇതാണ് ഇവിടുത്തെ വണ്ടി സാർ. എന്ത് വേണമെന്ന് ചെയ്തു. ഞാൻ ഒട്ടിച്ചുണ്ടാക്കിയതാ ഈ സ്ഥാപനം. നിങ്ങൾ എല്ലാവരും കൂടി അത് കുളിപ്പിച്ച് കിടത്തിയല്ലോ. ഇനി നീ തന്നെ അങ്ങ് കുളിച്ചിട്ടേ കേട്ടോ. ആ മോനെ ശ്യാമേ, നിന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കൂ. എടോ, എന്തോന്നാണോ വായ നോക്കി വയ്ക്കുന്നേ? എടോ, എല്ലാത്തിനും അകത്തോട്ട് പറഞ്ഞയച്ചേ, നോക്കി വയ്ക്കാതെ. ആ ചെല്ലു മക്കളെ. പിടിച്ചകത്താക്കണടി എല്ലാത്തിനെയും.
നമസ്കാരം. അങ്ങോട്ട് ചെന്നാട്ടെ സാറേ. നമസ്കാരം. പറഞ്ഞതിൽ കൂടുതൽ ഒരു അക്ഷരം ഞാൻ പറയണ്ടല്ലോ. കാണാനുള്ളതെല്ലാം സാർ നേരിട്ട് കണ്ടു കഴിഞ്ഞു. ശരിയാണ് മിസ്റ്റർ വേണു. താങ്ക് യു ഫോർ യുവർ ടൈംലി ഇൻഫർമേഷൻ. ജനങ്ങളെ സേവിക്കേണ്ട ജനപ്രതിനിധി, സർക്കാർ ശമ്പളം പറ്റുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, ജനങ്ങളുടെ വിശ്വസ്ത ഭൃത്യൻ, യുവർ ഒബീഡിയന്റ് സർവന്റ്. ഇത്തരം MLA-മാരും രാഷ്ട്രീയക്കാരും ചേർന്നാണ് ഈ നാട് നശിപ്പിക്കുന്നത്. നിങ്ങളെയൊക്കെ പരസ്യമായി തൂക്കിലിടുന്നത് വരെ എന്റെ ഒറ്റ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇന്ന് ഈ മന്ത്രിസഭ നിലനിൽക്കുന്നത്, അറിയാമോ? ഇപ്പോൾ ഞാൻ ഈ പാവപ്പെട്ട പെൺകുട്ടികളുടെ കണ്ണീര് തുടച്ചതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം പോകുന്നെങ്കിൽ അതങ്ങ് പോയിക്കോട്ടെ. പച്ചയായ ക്രൂരതയിൽ നിന്നും ചൂഷണത്തിൽ നിന്നും ഇവരെ രക്ഷിക്കാനായില്ലെങ്കിൽ ഈ വേഷം കെട്ടി നടക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ വഴിതെറ്റിപ്പോയ ഇവരെ നേർവഴിക്ക് നയിക്കേണ്ട ഒരു സ്ഥാപനം. ഈ സ്ഥാപനത്തിന്റെ മറവിൽ നടക്കുന്നത് കൊലപാതകം. ആട്ടിൻകുട്ടിയെ വളർത്താൻ കശാപ്പുകാരന്റെ കയ്യിലേൽപ്പിച്ച അനുഭവം. അറുത്തു വിൽക്കുന്ന മാംസം കൊത്തിക്കീറാൻ കാത്തു നിൽക്കുന്ന കഴുകന്മാർ. എന്റെ മേൽനോട്ടം ഒരു സർക്കാരിന്റെ പേരിൽ ഞാൻ നിങ്ങളോടെല്ലാം മാപ്പി. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ ഞാൻ അടങ്ങില്ല. അതിന് സർക്കാർ ഭാഗത്ത് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്യും. ഇത്തരം ഒരു നില ഈ നാട്ടിൽ ഒരു സ്ഥാപനത്തിനും ഉണ്ടാവരുത്. ഇവിടത്തിന്റെ പിടിയിൽ നിന്നും അവർ